see. Don't make a movie, man. They don't take you. Don't make a movie. This lady, she's putting legs. She's putting the legs on. Don't put the fucking legs next time. Okay? This is what everything, the whole fucking world is going to see. This is not India. This is Canada. All right? This is going to go to the video on TTC. You know what TTC says? If you see something, say something. Thank you very much. Sorry, brother. If you see something, say something. If someone has to sit, I put my bed down. No, you don't put fucking legs, man. It's on here, not on the seat. No, you don't put the legs. People get respect. People sitting here. You put your leg, like look at that. This is gonna go to TTC. I will put my bed down. Yeah, put your foot down. I'm gonna upload on the TTC website, and then everybody's gonna see your fucking face. Okay. Yeah, respect. I'm so smart now, you know. What? I'm so smart. Now that's why you're recording me. I know. I'm so stupid and you're smart. So Yeah. Okay. Yeah. Record me. Yes. All right. Respect. That's all. Yeah. Respect. Respect. Yeah. Respect. Yes, respect. Yeah. I like the music, my man. It's very good, the music. Very good, the music. The music is That very guy good. doesn't understand the music. Yeah. കാണുന്ന സമയത്ത് നമ്മൾ മലയാളികൾക്കറിയാം ഇത് നമ്മളല്ല ചെയ്യുന്നത്, ഈ പരിപാടിയൊക്കെ ചെയ്യുന്ന ആൾക്കാരാരാണെന്ന്. ഇതിപ്പോൾ ഇന്ത്യയിൽ തന്നെ നമുക്ക് നോക്കിയാൽ അറിയാലോ. നമ്മുടെ നാട്ടിൽ തന്നെ ഓടുന്ന ട്രെയിനുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ വരുന്ന ട്രെയിനുകളുടെ ബാത്റൂമും അതുപോലെ ബാക്കി സ്ഥലത്തുമൊക്കെ ഈ നോർത്ത് ഇന്ത്യക്കാരായിട്ടുള്ള വടക്കന്മാർ ചെയ്തു വെക്കുന്ന വടക്കത്തരങ്ങൾ നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. നമ്മൾ മലയാളികൾക്ക് ഈ വിഷയത്തിൽ ആ വീഡിയോ എടുത്ത ആളുടെ കൂടെ നിൽക്കണം എന്നുള്ളത് നമുക്ക് അറിയാം. നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു അവസ്ഥ എടുത്ത് നോക്കും. ഇവിടെ എത്രയൊക്കെ പൈസ കൊടുത്താലും ടാക്സ് കൊടുത്തു കഴിഞ്ഞാലും മര്യാദയ്ക്ക് ഒരു സർവീസോ കാര്യങ്ങളോ ഈ രാജ്യത്ത് കിട്ടില്ല. അങ്ങനത്തെ ഗതികെട്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പൈസ കൊടുത്തു കഴിഞ്ഞാൽ ഒരു നല്ല പെട്രോൾ പോലും കിട്ടാത്ത ഈ രാജ്യത്തു നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വേറെ രാജ്യത്തൊക്കെ പോയിട്ട് ജോലി ചെയ്ത് ജീവിക്കുന്ന സമയത്ത് അറ്റ്ലീസ്റ്റ് അവിടുത്തെ നിയമങ്ങളും അവിടുത്തെ ആളുകളുടെ ഒരു രീതികളെങ്കിലും ഫോളോ ചെയ്ത് അവിടെ പിടിച്ചു നിൽക്കാൻ നോക്കുന്നതിന് പകരം ഇന്ത്യയിലത്തെ അതേപോലത്തെ പരിപാടികൾ പോയി അവിടെ കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാരെ പോലും ആ നാട്ടിലെ ആൾക്കാർ അടിച്ചോടിക്കും. പണ്ട് നമ്മൾ ബ്രിട്ടീഷുകാരെ ഇവിടെ നിന്ന് അടിച്ചോടിച്ചു എന്ന് പറയുന്നത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ UK യിലും കാനഡയിലൊക്കെ പോയി അവിടെയുള്ളവരെ ഉറപ്പിച്ച് കഴിഞ്ഞാൽ അവന്മാർ തിരിച്ചടിച്ചോടിക്കും. മര്യാദയ്ക്ക് ജീവിക്കുന്ന ആൾക്കാർക്ക് പോലും പണിയാണ്. എന്നിട്ട് തിരിച്ചു വന്നിട്ട് ഇവിടെ നിന്ന് എന്ത് ചെയ്യാനാ? ഇവിടെ എന്തെങ്കിലും ഉണ്ടോ? നല്ല എന്തെങ്കിലും കിട്ടാനുള്ള വകുപ്പുണ്ടോ? ഇവിടെ വന്നു കഴിഞ്ഞാൽ ജാതിയും മതവും നോക്കിയിട്ട് വെട്ടും കുത്തും ചെയ്ത് ജീവിക്കുക എന്നുള്ളതല്ലാതെ നല്ല മാർഗ്ഗമുണ്ടോ?